Hello everyone, I am Ashwati, one of the faculty member working at Talent Institute of Maths and Science, Pattam, Trivandrum. So today's section is scheduled for class 8 and we are going to discuss the first chapter in history. Okay, so as you know, the first chapter is just an introductory chapter. It is a small chapter. I hope that my students have read the chapter. At least they have seen the title of the chapter. It is How, When and Where. So it is about an introduction to the new era. That is, from the 6th and 7th standard, you studied about the past and also the medieval history. So now we are going to deal with the transition from medieval to modern. So before moving deep in the chapter, it is we have to know about what are the things inside this small chapter. So talking about the facts in your text start with says that people are messed up with the dates. The dates like എല്ലാവർക്കും ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനാണ്. എക്സ്പെഷ്യലി എനിക്കറിയാം സ്റ്റുഡൻസിന് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഹിസ്റ്ററിയിൽ ഫുൾ ഓഫ് ഡേറ്റ്സ് ആണ്, ഫാക്ട്സ് ആണ്, പിന്നെ ഒരുപാട് കിങ് ഉണ്ട്, ഒരുപാട് യുദ്ധങ്ങളുണ്ട്, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ഡേറ്റ്സ് പഠിക്കണം. സോ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിനും ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ഒരു ഹെപ്റ്റിക് ടാസ്ക്കായിട്ട് തോന്നും. ഒരു എന്താ പറയുക, ഭയങ്കര മെസ്സായിട്ട് തോന്നും. സോ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഹിസ്റ്ററി ഈസ് ഫൺ ഇഫ് ഇറ്റ് ഈസ് സ്റ്റഡീഡ് ലൈക്ക് എ സ്റ്റോറി. ഒരു സ്റ്റോറി പോലെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഫാക്ട്സ് പഠിക്കുമ്പോഴത്തേക്കും ഡേറ്റ്സ് തനിയെ നമ്മൾ ബൈഹാർട്ട് ആയിക്കോളും. എല്ലാ ഡേറ്റ്സും നമ്മൾ ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വി ഹാവ് ടു നോ അബൌട്ട് ഹിസ്റ്ററി ബിക്കോസ് നമ്മളിപ്പോൾ 21st സെഞ്ച്വറിയിലാണ്. ഹൗ വി ആർ ഹിയർ. സോ ഈ ഒരു സ്റ്റേജിലെത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് പീരീഡ്സ് നമ്മൾ കടന്നാണ് ഈ ഒരു സെഞ്ച്വറി എത്തിയിരിക്കുന്നത്. സോ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ഓവർ അവർ പാസ്റ്റ്. സോ ദാറ്റ് ഈസ് വൈ യുവർ ടെസ്റ്റ് ടൈറ്റിൽഡ് അവർ പാസ്റ്റ് 3. നിങ്ങൾ 6ൽ അവർ പാസ്റ്റ് 1 പഠിച്ചു, 7ൽ അവർ പാസ്റ്റ് 2. സോ നൗ വി ആർ ഇൻ ടു ദ അവർ പാസ്റ്റ് 3. ഇനി നിങ്ങൾ 9th-ലും 10th-ലും വേൾഡ് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്, എലോങ് വിത്ത് സോ മെനി ഇൻഫോർമേഷൻ ഇൻ ആൻഡ് അറൗണ്ട്. സോ ഇൻക്ലൂഡിങ് ഇന്ത്യൻ സ്ട്രഗിൾസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കും. സോ ഇവിടെ നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതും അതുപോലെയാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭയങ്കര എന്തുവാണ്, ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സിംപ്ലി ഡേറ്റ്സ് മാത്രമല്ല. വി നീഡ് ടു നോ അബൌട്ട് വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് അക്കോർ. സോ ഹിസ്റ്ററി പഠിച്ചാൽ നമുക്ക് ഹിസ്റ്ററിയിൽ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ്റ്റ് പ്രസൻറ്റ് എന്തൊക്കെ മാറ്റമാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനുഷ്യരാശിയിലായിക്കോട്ടെ, നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലായിക്കോട്ടെ, എന്തും നമുക്ക് നോക്കണമെങ്കിൽ വി നീഡ് ടു ഹാവ് എ നോളജ് അബൌട്ട് ഹിസ്റ്ററി. 5 പില്ലേഴ്സാണ് നമുക്കുള്ളത് നമ്മളുടെ സ്റ്റാറ്റിക് ഹ്യൂമൻ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. അതായത് ആസ് എ സ്റ്റുഡൻസ് വി നീഡ് ടു നോ അബൌട്ട് നോളജ് ഇൻ 5. വി നീഡ് ടു നോളജ് അബൌട്ട് അവർ ഹിസ്റ്ററി, വി നീഡ് ടു നോളജ് അബൌട്ട് അവർ ജോഗ്രഫിക്കൽ ഏരിയ വി ലിവ് ഓർ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. വി നീഡ് ടു ബി വെൽ വേഴ്സ്ഡ് വിത്ത് അവർ ഗവൺമെൻറ്റൽ സിസ്റ്റം ആൻഡ് അവർ റൈറ്റ്സ്. അതുകൂടാതെ നമുക്ക് എക്കണോമിക് സിസ്റ്റത്തിൽ ഒരു നോളജ് വേണം, പിന്നെ എക്കോളജിയിൽ ഒരു നോളജ് വേണം, എലോങ് വിത്ത് ബേസിക് mathematics, and also we have to have the knowledge about science and technologies. So ഇത്രയും ഒരു നോളജ് മനുഷ്യന് വേണം. അതുകൊണ്ട് തന്നെയാണ് ഓരോ സ്റ്റുഡൻസിൻ്റെയും സ്റ്റഡി കരിയറിൻ്റെ ഭാഗമായിട്ട് ലാംഗ്വേജ്, സയൻസ്, മാത്സ്, സോഷ്യൽ ഇതുപോലെയുള്ള സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് വി നീഡ് ടു നോ. ഇതെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ച സ്റ്റേറ്റാണ്. സോ ഇതാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിൽ കൊടുത്തിട്ടുണ്ട്, if we are asked to say that from when we started to use or drink tea എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. സോ ബിക്കോസ് ദ ഹിസ്റ്ററി ഓഫ് ടീ ഇസ് വാസ്റ്റ്. പല രാജ്യത്തും പല കഥകളാണ് എന്തൊട്ടാണ് നമ്മൾ ടീ യൂസ് ചെയ്തെന്നുള്ളത്. ചൈനക്കാർക്ക് അവരുടേതായിട്ടുള്ള കഥ പറയാനുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കഥ പറയാനുണ്ട്. സോ എവറി ഹിസ്റ്ററി ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ഹിസ്റ്ററി ഈസ് ഫുൾ ഓഫ് ഫാക്ട് ആൻഡ് ഇറ്റ് ഈസ് ഫൺ ആൻഡ് ഇറ്റ് ഹാസ് സോ മച്ച് വ്യൂ പോയിൻറ്റ്സ്. സോ ഇനി നമ്മൾ നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ് ഡേറ്റ്സ് ഇമ്പോർട്ടൻസ് ആവുന്നത്? ഹിസ്റ്റോറിയൻസ് എപ്പോഴും ഡേറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കാരണം എന്താണ്? ഓരോ ഡേറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു
ഹിസ്റ്ററി നമുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോറി നമ്മളോട് പറയാനുണ്ട്. പിന്നെ വൈ ഡേറ്റ്സ് ആർ ബിക്കമിങ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഓരോ ഡേറ്റ്സിന് പിന്നിലും ബിഗ് ഇവൻറ്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ തന്നെ എന്താ പറയുക, നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആയിട്ടുള്ള 1947 എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിഗ് ഡേ ആണ്. ബിഗ് സെറ്റ് ഓഫ് ഇവൻറ്റ്സിന് എന്താ പറയുക, ഒരു തിരശ്ശീല വീഴുന്നത് ആ ഒരു ഡേറ്റിലാണ്. സോ ദാറ്റ് ഡേറ്റ് ബിക്കെയിം വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. സോ അവിടെ നമുക്ക് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക് ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിലായി കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഹൗ, വെൻ ആൻഡ് വെയർ. സോ ഈ 3 ചോദ്യങ്ങളുമാണ് ഹിസ്റ്ററിയിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. സോ വി നീഡ് ടു നോ ദ ഡേറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ദ പ്ലേസ്, ദ ഇൻസിഡൻസ് ആർ ഹാപ്പനിങ് ആർ ഇമ്പോർട്ടൻറ്റ്, ദ ഇവൻറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഓൾ ടെൽ us about the history of mankind. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ്സ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് അല്ല, ദേ ആർ ബിഗ് ഇവൻറ്റ്സ്. ഓക്കെ, സോ അതിൽ നിന്ന് മാത്രമേ നമുക്ക് ട്രാൻസിഷൻ പീരീഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സോ എപ്പാർട്ട് ഫ്രം ദിസ്, ഹൗ വി പീരിയോഡൈസ്, നമ്മൾ എങ്ങനെയാണ് ഡേറ്റ്സിനെ പീരിയോഡൈസ് ചെയ്യുന്നത്? ഓക്കെ, സോ നമ്മളുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹിസ്റ്റോറിയൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏൻഷ്യൻറ്റ്, മിഡീവൽ ആൻഡ് മോഡേൺ ഇന്ത്യ എന്നാണ്. ഇതാണ് നമ്മളുടെ പീരിയോഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് 6th അവർ പാസ്റ്റ് പഠിച്ചത് ഏൻഷ്യൻറ്റ് ഇന്ത്യ നമ്മളുടെ സിവിലൈസേഷൻ്റെ തുടക്കം തൊട്ട് നമ്മൾ പഠിച്ചു ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ. ദെൻ വി ഹാഡ് മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ ഡിഫറെൻറ്റ് പവർഫുൾ ആയിട്ടുള്ള കിങ്ഡം, ഡൈനാസ്റ്റിയൊക്കെ നമ്മൾ പഠിച്ചു. എന്തൊക്കെ അഡ്വാൻസ്മെൻ്റ് ആണ് അവർ കൊണ്ടുവന്നതെന്നുള്ളത് പഠിച്ചു. ദെൻ ടുവേഴ്സ് വി ആർ നൗ ഷിഫ്റ്റിംഗ് ടു മോഡേൺ ഇന്ത്യ. ഇനി നമ്മൾ മോഡേൺ ഇന്ത്യയിലോട്ടാണ് വരുന്നത്. അതായത് മിഡീവൽ ടു മോഡേൺ, ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം വന്നിട്ടുള്ള മാറ്റമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ ടെക്സ്റ്റിൽ അടുത്ത് കൊടുത്തിരിക്കുന്ന പോർഷൻ ഞാൻ വായിക്കാം. ഹൗ ഡു വി പീരിയോഡൈസ് എന്നൊരു സെക്ഷനാണ്. അതായത് ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ സമ്മറിയാണ് പറയുന്നത്. ഹൗ ഡു വി പീരിയോഡൈസ്? 1870 ജെയിംസ് മിൽ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്. ഹീസ് എ സ്കോട്ടിഷ് മാൻ ആൻഡ് ഹീസ് ആൻ എക്കണോമിസ്റ്റ് ആൻഡ് ആൾസോ എ ഫിലോസഫർ ആൻഡ് ഹീ റോട്ട് എ ബുക്ക് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ആ ടൈറ്റിൽ ഒന്ന് നോക്കിയത് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ്. നോട്ട് ഇന്ത്യ, ഇറ്റ് ഈസ് അബൌട്ട് ബ്രിട്ടീഷ് ഇന്ത്യ. സോ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹിസ്റ്ററി ഓഫ് ദ റൂൾ ഓഫ് ബ്രിട്ടൻ ഇൻ ഇന്ത്യ. സോ അവിടെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ബ്രിട്ടീഷ് ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് കൊണ്ടുവന്നു, അവരെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് ഇന്ത്യ എന്ന കൺട്രി എങ്ങനെയാണ് ഇവിടുത്തെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ലൈഫ് എന്നുള്ളത് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതൊരു മാസീവ് വോളിയം ബുക്കാണ്, 3 വോളിയം ഉണ്ട്. ജെയിംസ് മില്ല് ആ ഹിസ്റ്ററിയിൽ ഇന്ത്യ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3 പീരീഡായിട്ടാണ്. ഓക്കെ, ഹിന്ദു പീരീഡ്, മുസ്ലിം പീരീഡ് ആൻഡ് ദ ബ്രിട്ടീഷ് പീരീഡ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. റിലീജിയൻ്റെ ബേസിലാണ് അവിടെ ക്ലാസിഫിക്കേഷൻസ് നടക്കുന്നത്. കാരണം ബ്രിട്ടീഷേഴ്സ് ഇവിടെ വരുന്ന സമയത്ത് നമ്മളുടെ ഇവിടെ ഒരു ചെറിയ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം ജസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരിതൊക്കെ ഈ റിലീജിയസ് ഇൻടോളറൻസ് അവർ വലുതാക്കിയിട്ടേ ഉള്ളൂ പല കാര്യത്തിലും. അതിന് നമുക്ക് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിൽ മനസ്സിലാവും ഹൗ ഇസ് ദ ഇഷ്യൂ എന്നുള്ളത്. സോ അവരതുകൊണ്ട് തന്നെ നമ്മളുടെ ഡൽഹി സുൽത്താനേറ്റ്സ് ആയിരുന്നു, മുഗൾ കിങ്ഡംസ് ആയിരുന്നു. അവർ വന്ന സമയത്ത് ഡൽഹി മുഗൾ റൂളേഴ്സ് ആയിരുന്നു പവർഫുള്ളായിട്ട് ഭരിച്ചിരുന്നത് ത്രൂ ഔട്ട് ദിസ് റീജിയൻ. സോ അവർ ആ ഒരു പീരീഡിനെ എന്താക്കി മുസ്ലിം പീരീഡെന്നും അതിന് മുമ്പുള്ള പീരീഡ് ഹിന്ദു ആണെന്നും അവർ വന്നതിന് ശേഷം ബ്രിട്ടീഷ് പീരീഡാണെന്നും 3 ക്ലാസിഫിക്കേഷനാണ് ജെയിംസ് മില്ല് അദ്ദേഹത്തിൻ്റെ മാസീവ് വോളിയം ബുക്കായിട്ടുള്ള ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയിലൂടെ പീരിയോഡൈസ് ചെയ്തത്. ഹൗ അവർ ഹിസ്റ്റോറിയൻസ് ഡിവൈഡ് അവർ ഹിസ്റ്ററീസ്. നമ്മളുടെ ഹിസ്റ്റോറിയൻസ് നമ്മളുടെ ഹിസ്റ്ററി ഡിവൈഡ് ചെയ്യുന്നത് 3 തന്നെയാണ്. അതിൻ്റെ നെയിംസ് ആകുമ്പോഴത്തേക്കും ഏൻഷ്യൻറ്റ്, മിഡീവൽ ആൻഡ് മോഡേൺ. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ: ഏൻഷ്യൻറ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ ആൻഡ് ദ മോഡേൺ ഇന്ത്യ. ചില ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് മോഡേൺ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ടൈമിൽ എന്താണ് കൂടുതലായിട്ട് നമ്മൾ ഈ സെക്ഷൻസിലെല്ലാം പഠിക്കുന്നത് ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. സോ ഇറ്റ് വിൽ ബി കൊളോനൈസേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, കൊളോണിയൽ റൂൾ ആണ് 3rd ഫേസ് ആയിട്ടുള്ള മോഡേൺ ഇന്ത്യ ഡീൽ ചെയ്യുന്നതെന്ന് ആര് പറയുന്നുണ്ട്? നമ്മളുടെ
ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററീനെ പീരിയഡൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് മാത്രമല്ല, ബ്രിട്ടീഷേഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹിസ്റ്ററിയിൽ, അതായത് അവരുടെ റെക്കോർഡ്സിൽ നിന്നും അവരുടെ വേരിയസ് റൈറ്റിംഗിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഹിസ്റ്ററിയിൽ, ഇപ്പം ജെയിംസ് മില്ലിൻ്റെ ബുക്ക് എടുത്താൽ തന്നെ അവരുടെ ഗവർണർ ജനറൽസ്, ഫസ്റ്റ് ഗവർണർ ജനറൽ വരുന്നത് തൊട്ട് ലാസ്റ്റ് ഗവർണർ ജനറൽ ഇവിടെ നിന്ന് പോകുന്നത് വരെയുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇവൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ജെയിംസ് മില്ലിൻ്റെ ഹിസ്റ്ററി, അതുപോലെയുള്ള നമ്മളെ കോളനൈസ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ ഹിസ്റ്ററി ബുക്സിൽ നിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റൈറ്റിംഗിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹിസ്റ്ററിയിൽ കൂടുതലും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സും അവർ കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ജെയിംസ് മില്ലിൻ്റെ ഹിസ്റ്ററി വോളിയം ഓഫ് ബുക്ക് എടുത്താലും അതിൽ ഫസ്റ്റ് ഗവർണർ ജനറലായ വാരൻ ഹാസ്റ്റിംഗ് തൊട്ട് ലാസ്റ്റ് വൈസ്രോയി ആയിട്ടുള്ള എന്താ പറയുക മൗണ്ട് ബാറ്റൺ വരെയുള്ള ആ ഒരു ക്രോണോളജിക്കൽ ഇവൻറ്റ്സ് നമ്മളെടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിലുള്ള മെയിൻസ് പോയിന്റ്സ്. ഇനി ഒരു ചെറിയ സെക്ഷനും കൂടെ ഉള്ളൂ. സോ ഹൗ വി ആർ നോയിങ് അബൌട്ട് ദ ഹിസ്റ്ററി. സോ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഹിസ്റ്ററി മനസ്സിലാക്കുന്നത്? സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിൽ നമുക്ക് പറയുന്നത്, ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, സോ ബ്രിട്ടീഷേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ വന്നതിന് ശേഷം അവർക്ക് കൂടുതലായിട്ട് റിട്ടൺ റെക്കോർഡ്സിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. So what they do is they maintained separate room for each and every government institution. Okay, a separate room like museums, or like it is called archives maintain ചെയ്യുന്നു. ഒഫീഷ്യൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ആണ്. സോ അങ്ങനെ ഒരു സ്പേസ് അവർ അലോക്കേറ്റ് ചെയ്തിരുന്നു. അവിടെയാണ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് വച്ചിരുന്നത്. ആദ്യത്തെ കാലത്ത് പ്രിൻറ്റിംഗ് പ്രസ് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് കാലിഗ്രാഫേഴ്സ് എന്ത് ചെയ്തു, അവർ ഒഫീഷ്യൽ റെക്കോർഡ്സ് എല്ലാം നീറ്റ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി അവർ അത് കീപ്പ് ചെയ്തിരുന്നു. once the printing press became famous and throughout the continent, they started to print official documents and keep more than one copy. അതുവരെ ഒന്നോ രണ്ടോ കോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് കോപ്പീസ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ കീപ്പ് ചെയ്യാൻ തുടങ്ങി. എപ്പാർട്ട് ഫ്രം ദിസ്, സെക്കൻഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സർവേ ആണ്. ബ്രിട്ടീഷേഴ്സ് സർവേ കണ്ടക്ട് ചെയ്തിരുന്നു. അത് ഏതൊക്കെ റീജിയനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ സർവേസ് അവർ റെക്കോർഡ് കീപ്പ് ചെയ്തിരുന്നു. സോ ദേ വിൽ ടേക്ക് സർവേസ് on land revenue system in different villages. സോ ഇങ്ങനെയുള്ള സർവേസ് അവർ കീപ്പ് ചെയ്തിരുന്നു. സോ സർവേസും അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെൻറ്റ്സും ബ്രിട്ടീഷേഴ്സ് കീപ്പ് ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചുള്ള ഒരു പിക്ചർ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സിൽ നിന്ന് കിട്ടുന്നത്. സോ ദിസ് ഈസ് ആൾ അബൌട്ട് യുവർ ചാപ്റ്റേഴ്സ് 90% ഓഫ് പോർഷൻ. ഇത്രയാണ് ഉള്ളത്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. എങ്ങനെ നമുക്ക് നമ്മുടെ മോഡേൺ ഇന്ത്യയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും ഫ്രം ദ ഹിസ്റ്ററി എന്നുള്ളത് മാത്രമാണ്. സോ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷേഴ്സ് ഇവിടെ വന്നതിന് ശേഷം they colonized us and they subjugated the Nawabs and Rajas here and they started to rule us. So colonization എന്ന് പറയുന്ന ഒരു ടേമും കൂടെ നിങ്ങളതിനകത്തുണ്ട്. വാട്ട് ഈസ് colonization? The outside forces, they are coming here, they are subjugating the natives of the land and they are ruling over it and they are imposing their culture and tradition, their language here, and they see us as primitives. സോ ഇവിടെ ബ്രിട്ടീഷേഴ്സ് നമ്മളെ കണ്ടിരുന്നത് എങ്ങനെയാണ്? അൺസിവിലൈസ്ഡ് ആൾക്കാരായിട്ടാണ് നമ്മളെ കണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഇത് കൂടാതെ, സർവേ കൂടാതെ അവർ സെൻസസും കൂടെ ഉണ്ട്. സെൻസസ് മീൻസ് ഇവിടെ പോപ്പുലേഷൻ സെൻസസ് ആണ്. അതായത് കൾച്ചറൽ ആസ്പെക്റ്റോ റിലീജിയസ് ആസ്പെക്റ്റോ വേറെ ഒരു കാര്യങ്ങളും സെൻസസിൽ കൂടെ, വേറെ ഒരു കാര്യത്തിനും സെൻസസ് എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ബ്രിട്ടീഷേഴ്സ് റൂൾ ചെയ്യുന്ന ഏരിയയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് മാത്രമുള്ള സെൻസസ് ആണ്. അതിൽ ഈച്ച് 10 ഇയേഴ്സിലാണ് എടുക്കുന്നത്. സോ ഇത്ര മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് റെക്കോർഡ്സിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് ദാറ്റ് ആർ കെപ്റ്റ് ബൈ ബ്രിട്ടീഷേഴ്സ്, ഫ്രം സർവേസ് ആൻഡ് ഫ്രം സെൻസസ്. സോ എപ്പാർട്ട് ഫ്രം ദിസ്, നിങ്ങളടുത്ത് വേറൊരു പോയിന്റ് പറയാൻ മറന്നു പോയതാണ്. കോളനൈസേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾ ഇതിൽ ബുക്കിൽ കിടപ്പുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്
colonization means the outsiders who are subjugating us, and they are forced, they will force us to follow their cultures, their administrative system, their tradition, and they are subjugating us. They consider us as primitive. ഇവിടെ വേറൊരു കൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനില്ല. വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ബ്രിട്ടീഷേഴ്സിന് ത്രൂ ഔട്ട് ഒരു എന്താ പറയുക, ബ്രിട്ടീഷേഴ്സ് ത്രൂ ഔട്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അവരാണ് സുപ്പീരിയർ, അവരുടെ കൾച്ചർ, അവരുടെ ലാംഗ്വേജ്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് സുപ്പീരിയർ. സോ അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ബാക്കി എല്ലാ ആൾക്കാരും എന്താണ്, ഒരു പിടി താഴെയാണ് അവരെ കാട്ടി. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ വൈറ്റ് മാൻ അവർ ബാക്കിയുള്ള റീജിയൻ കോളനൈസ് ചെയ്ത് അവിടെയുള്ള പ്രിമിറ്റീവ് ആൾക്കാരെ, അതായത് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സിവിലൈസ്ഡ് ആക്കുക, അതാണ് അവരുടെ ജോലി. ദാറ്റ് ഇസ് കാൾഡ് വൈറ്റ് മാൻസ് ബേർഡൻ. സോ ഇവിടെയും നമ്മളുടെ ഇന്ത്യയിൽ ട്രേഡേഴ്സായിട്ട് വന്നവരാണ്. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മളുടെ ഹോൾ റീജിയൻ അവർ പിടിച്ചടക്കി നമ്മളെ ഭരിക്കാൻ തുടങ്ങി. സോ ദേ കൺസിഡേർഡ് അസ് എസ് അൺസിവിലൈസ്ഡ് ആൻഡ് ആൾസോ ദേ കൺസിഡേർഡ് അസ് എസ് പ്രിമിറ്റീവ്. നമ്മളെ പ്രിമിറ്റീവായിട്ട് കണ്ടിരുന്നത് ബിക്കോസ് നമ്മളിവിടെ അവർ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് സിസ്റ്റം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ ചുട്ടുകൊല്ലുന്നു, ഇറ്റ് ഈസ് ആൻ ഇൻഹ്യൂമൻ പ്രാക്ടീസ്. പിന്നെ ചൈൽഡ് മാരേജ്, അതുപോലെ തന്നെ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഹ്യൂമൻ പ്രാക്ടീസ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ഗോഡ്സിനെ ആരാധിക്കുന്നു, സ്റ്റോൺസ് വെച്ചിട്ട് അത് ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു, തണ്ടർ, ലൈറ്റിനിങ്, സ്നേക്ക്, ഇങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ ആരാധിക്കുന്നു. പിന്നെ റിലീജിയൻ്റെ പേരിൽ സ്ട്രഗിൾസ്, ഐ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിവിടെ നടക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഏലിയൻസ് ആണ്. ഐ മീൻ അവർക്കിതൊന്നും അറിയാത്ത കാര്യം, ഒരുപാട് എന്താ പറയുക, അവരിതുവരെ എക്സ്പീരിയൻസ്ഡ് ചെയ്യാത്ത കാര്യങ്ങളാണ്. സോ ദേ കൺസിഡേർഡ് ആസ് എസ് പ്രിമിറ്റീവ്, അൺസിവിലൈസ്ഡ്. ദാറ്റ് ഈസ് വൈ അവരിവിടെ വന്നതിന് ശേഷം ഇവരെന്ത് ചെയ്തു, നമ്മളെ കൺസിഡർ ചെയ്ത് തന്നെ ഓറിയൻ്റൽ ലാൻഡായിട്ടാണ്. അതെന്താണെന്നുള്ളത് അകത്തുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. സോ ഈ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അകത്തുള്ള ചാപ്റ്റേഴ്സോട്ട് വരും. സോ അവർക്ക് അങ്ങനെ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഉള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഹ്യൂമൻ ആണെന്ന് തോന്നിയ ഒരുപാട് പ്രാക്ടീസസ് അബോളിഷ് ചെയ്തതും ഫുൾ സിസ്റ്റം മാറ്റിയതും. ഓക്കെ, സോ നെഗറ്റീവ് സൈഡ്സും ഉണ്ട്, പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. ബിക്കോസ് വി ആർ മച്ച് മോർ സിവിലൈസ്ഡ് ആൻഡ് നൗ ആഫ്റ്റർ ദ കമ്മിങ് ഓഫ് ബ്രിട്ടീഷേഴ്സ്. എന്നിരുന്നാലും കുറേയൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ പഠിച്ചു, സർവേസ്, സെൻസസ് ഒക്കെ വഴിയാണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കിട്ടുന്നത്. എപ്പാർട്ട് ഫ്രം ദിസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് ബ്രിട്ടീഷ് ഹിസ്റ്ററി വഴി നമുക്ക് കിട്ടാതിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്കിപ്പ് ചെയ്തെന്നുള്ളത്. ഞാൻ പറഞ്ഞു, അവരുടെ വ്യൂ പോയിന്റ് മാത്രമാണ് അവരുടെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. വാട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് ഇസ്, നമ്മളുടെ ഒരു സെക്ഷൻ ഓഫ് പീപ്പിളിന്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ കുറച്ചേ ഉള്ളൂ. അതല്ലാതെയുള്ള അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അവരെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടില്ല. സോ അതാണ് ഒരു ഡ്രോബാക്ക്. സോ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കിട്ടും. എപ്പാർട്ട് ഫ്രം ദിസ്, നമ്മളുടെ ഇന്ത്യയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ ഉണ്ട്. അവരുടെ ഡയറീസ്, അവരുടെ ട്രാവൽ, പിൽഗ്രിമേജ് ട്രാവൽസ് മാത്രമല്ല, പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ പിൽഗ്രിമേജസിന് വന്നിട്ടുണ്ട്, എക്സ്പെഷ്യലി ഫ്രം ചൈന ആൻഡ് ചൈനീസ് ട്രാവലേഴ്സൊക്കെ ഇവിടുത്തെ ബുദ്ധിസ്റ്റ് ഫിലോസഫി അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ള പിൽഗ്രിമേജസ് അവർ റെക്കോർഡ് ചെയ്ത ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് അബൌട്ട് അവർ ആർട്ട് ആൻഡ് കൾച്ചർ, അവർ ടെമ്പിൾ സ്ട്രക്ചർ, ബുദ്ധിസം, ജൈനിസം. സോ ഇതിന്നൊക്കെ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻസ് കിട്ടും. പിന്നെ ഇവിടെ തന്നെ ഉള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻസ്, അവരുടെ റെക്കോർഡ്സ്, അവരുടെ ബുക്സ്, അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. എപ്പാർട്ട് ഫ്രം ദിസ്, എന്തൊക്കെയാണ് ഹിസ്റ്ററി നമ്മളോട് പറയാതിരുന്നത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് റിട്ടേൺ റെക്കോർഡ്സ് ഉണ്ട്, അതുവഴി നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. പക്ഷേ പെസൻസ്, ട്രൈബൽസ്, അതുപോലെയുള്ള ഇല്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഫാക്ട്സ് ഒന്നും അറിഞ്ഞൂടാ. പവർ ആൻഡ് മണിയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷനുള്ള ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ രാജാക്കന്മാരെ കുറിച്ചുള്ള ഹിസ്റ്ററി നമുക്ക് അറിയാം. പക്ഷേ എപ്പാർട്ട് ഫ്രം ദിസ്, ഒരു
മൈനർ ഒരു എന്താ പറയുക ഒരു 50% ഓഫ് ദി പോപ്പുലേഷൻ നമുക്ക് ഇപ്പോഴും അൺനോൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത് ഇപ്പോൾ ഇൻസൈഡ് ദ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് അബൌട്ട് എക്സ്പ്ലോറിങ് ദ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾ, എന്തൊക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവരുടെ ഹിസ്റ്ററിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും അതുപോലത്തെ സ്റ്റഡീസും ഇപ്പോൾ നടക്കുന്നുണ്ട്. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫും കൾച്ചറും ലാംഗ്വേജിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എന്താണ് വളരെ ചെറുതാണ്. സോ ഇത്രയാണ് നിങ്ങളുടെ സെക്ഷനിലുണ്ടായിരുന്നത്. ഹൗ ഇമ്പോർട്ടൻസ് ആർ ദ ഡേറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി. വി നീഡ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ, വെൻ ആൻഡ് വെയർ. ഈ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതോട് വഴി നമുക്ക് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്തുമാത്രമെന്ന് നമുക്ക് മനസ്സിലാവും. എപ്പാർട്ട് ഫ്രം ദിസ് ഹിസ്റ്ററീനെ എങ്ങനെയൊക്കെയാണ് പീരിയഡൈസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഹിസ്റ്റോറിയൻസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഏൻഷ്യൻറ്റ്, മെഡീവൽ ആൻഡ് മോഡേൺ. ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് എസ്പെഷ്യലി ത്രൂ ദ ബുക്ക് ഓഫ് ജെയിംസ് മിൽസ്, ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, British India, pardon me, okay, history of British India, അതിനകത്ത് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ഹിന്ദു, മുസ്ലിം ആൻഡ് ബ്രിട്ടീഷ്. ഇങ്ങനെ 3 ടൈപ്പ്. ദെൻ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻസ് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് ഉണ്ട്. ദേ ആർ മെയിൻറ്റെയിൻ ഇൻ സ്പെഷ്യൽ റൂംസ്. ആൻഡ് വി ഹാവ് സർവേസ് ആൻഡ് ആൾസോ വി ഹാവ് സെൻസസ്. ഇതിന്നൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. എപ്പാർട്ട് ഫ്രം ദിസ്, ട്രാവൽ, പിൽഗ്രിമേജ്, പേഴ്സണൽ ഡയറീസ് ആൻഡ് റൈറ്റിംഗ്സ് of the educated classes. And നമുക്ക് ഹിസ്റ്ററി ആൻഡ് ഇൻഫോർമേഷൻസ് കിട്ടാത്തത് about the population that they are illiterate, and about the lives of the poor persons, peasants, then about tribals. ഇവരെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് അൺഅവൈലബിൾ ആണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ടു യുവർ ഫസ്റ്റ് ചാപ്റ്റർ. സോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഈ ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് പീരിയഡൈസേഷൻ, എന്തൊക്കെ ഹിസ്റ്ററി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഇത് കൂടാതെ വാട്ട് ഈസ് കൊളോണിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടേമും ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് 2-3 ടേംസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിൽ നിന്ന് കുറച്ച് ടേംസ്, നിങ്ങളുടെ ബുക്ക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ PDF എടുത്തിരിക്കുകയാണ്. ഇതിൽ ഞാൻ 2-3 ടേംസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ടേം ഇസ് historian. Historian means one who writes about the events in the past, that is how things are there in the past. Historical events chronological order depict ചെയ്യുന്ന ആളെയാണ് നമ്മളെന്ന് പറയുന്നത് historians. Then we have calligrapher means one who specialized in the art of writing beautifully. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്ന ആൾ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രിൻറ്റിങ് വരുന്നതിന് മുമ്പ് മാനുസ്ക്രിപ്റ്റ് ബൈ റൈറ്റിംഗ് ആയിരുന്നു റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ നല്ലപോലെ എഴുതുന്ന ആൾക്കാരെ കാലിഗ്രാഫേഴ്സിനെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴും കാലിഗ്രാഫി പ്രാക്ടീസ് ഉണ്ട്. ഇറ്റ് ഈസ് എ കോഴ്സ് ഫോർ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, so apart from this we have, so your next term is archive. ഞാൻ നേരത്തെ പറഞ്ഞു a place where historical documents or records of government officials are held. so ആ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ ഉള്ളത് സർവേ, the act of examining and recording the measurements, features, etc. of an area. അതാണ് സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then colonization ഞാൻ പറഞ്ഞു, process by which one country subjugate the other country and they try to overrule them, and also implementing the language, culture, the tradition and administrative structure of one country to it. Then we have apart from this dates ഉണ്ട് 2-3. 1773 ആണ് വാരൻ ഹാസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. 1773 അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ ജനറലായിട്ട്. ദെൻ വി ഹാവ് ജെയിംസ് റെനൽ ആണ് 1782 ഫസ്റ്റ് മാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അബൌട്ട് ദിസ് our region. Then apart from this James Mill in the 3 volume book The History of British India published ചെയ്യുന്നത് 1870. Then we have 1920 the National Archives of India നിലവിൽ വരുന്നത്. ഓക്കെ, നമ്മളുടെ റെക്കോർഡ് സെപ്പറേറ്റ് സ്പേസ് ഫോർ ഹോൾഡിംഗ് ദ ഒഫീഷ്യൽ റെക്കോർഡ് ഓഫ് ഇന്ത്യ, അതിനു വേണ്ടി ഒരു ആർച്ചീവ്സ് വരുന്നത്, സ്പെഷ്യൽ സ്പേസ് വരുന്നത് 1920. സോ ഇത്രയാണ് നിങ്ങളുടെ ചാപ്റ്ററിലുള്ളത്. ഇതൊരു ഇൻട്രോ ചാപ്റ്റർ മാത്രമാണ്. തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ഒരുപാട് സെക്ഷൻസ് പഠിക്കാനുണ്ട്. സോ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ, ഈ കുറച്ച് പേജസേ ഉള്ളൂ. വായിക്കുക. ഡൗട്ട് ഉള്ളത് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കുക. ടേംസ് നോക്കിക്കോളാം.
സോ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. താങ്ക് യു.